ഹലോ മക്കളെ, ഞാൻ അങ്ങനെ ലക്ഷദ്വീപ് കൽപ്പേനിയിലെത്തി. അതിമനോഹരമായ സ്ഥലം, ചുറ്റുഭാഗം കടല്, ഫുള്ള് തെങ്ങിൻതോട്ടം. ഞാൻ കാഴ്ച കാണുന്നതിന് മുമ്പ് എൻ്റെ പള്ളിക്ക് എന്തെങ്കിലും ആക്കണം, പഴിച്ചിട്ടാണ് ഈ കണ്ണ് കാണില്ല. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടേനോ. അപ്പോൾ ആളിനോട് പറഞ്ഞു, ഞാൻ ആളോട് ചോദിച്ചു എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ ആൾ പറയണം, നല്ല ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ തെക്ക് പോയിട്ട് അജുവ ഹോട്ടലിൽ പോകണമെന്ന്. അപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ കഴിച്ച് ചൂണ്ടി കാണിച്ചു തന്നു. എനിക്ക് തെക്ക് വടക്കും അറിയില്ലല്ലോ, നമ്മുടെ നാട്ടിലമാർക്ക് സ്ഥലപ്പേരല്ല ഇവിടെ പറയാം. ഇവിടെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കണ പറയാം. അപ്പം അയാളിനോട് ചോദിച്ചാൽ പോകാൻ വണ്ടി ഉണ്ടാകും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വണ്ടി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്കൊരു സൈക്കിൾ തന്നു. ഞാൻ ആ സൈക്കിളും ചവിട്ടിക്കാണ്ട് പോയി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഉണ്ട് അജുവ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടൽ. ആ ഹോട്ടലിൽ കയറി. അപ്പോൾ സമയം 4 മണിയാണ് വൈകുന്നേരം. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെ ഇവിടെ തിന്നാനുള്ളതെന്ന്. അപ്പോൾ ആൾ പറയണം പൊറാട്ടയുണ്ട്, ദോശയുണ്ട്, ബീഫ് കറിയുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊറാട്ട വേണമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പൊറാട്ട മാവ് കുഴക്കണമുള്ളൂ. അപ്പോൾ ഞാനോട് ചോദിച്ചു പൊറാട്ട എപ്പോൾ ആകും ചോദിച്ചു. അപ്പോൾ പറഞ്ഞോട് 1/2 മണിക്കൂർ കൊണ്ട് പൊറാട്ട റെഡി ആക്കും. അപ്പോൾ എനിക്കൊരു സംശയം, കഴിക്കേണ്ട മാവ് എങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് പൊറാട്ട ആവും? അങ്ങനെ അയാളത് കുഴക്കാനും പിടിച്ചാനും തിരുമ്പാനും നിന്നപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളെ പേരെന്താണ്? അപ്പോൾ അയാൾ പറയണം നസീർ. അപ്പം നല്ല പേര്. ഞാൻ അതിൻ്റെ മനസ്സിലാണ് കുറിച്ച് വെച്ചു, നസീർ. അങ്ങനെ എന്നോട് പറയാൻ പൊറാട്ട വീസലും പഠിച്ചാലും പെരത്താലും ചുടലും ഒക്കെ കഴിഞ്ഞു. 10-20 മിനിറ്റ് കൊണ്ട് പൊറാട്ട ടേബിൾ മക്കണ്ടെത്തി. എനിക്ക് ഈ പൊറാട്ട തൊള്ളിക്കണ്ട് വെച്ചപ്പോൾ മലപ്പുറം എയർലൈൻസ് ഹോട്ടലിൻ്റെ ഓർമ്മ വന്നത്. അജാതി പൊറാട്ട, എന്തോ ഒരു ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ റേറ്റ് ആണെങ്കിലോ ചെറിയ ചീപ്പ് റേറ്റ്. പാണക്കാട്ട് തട്ടുകടി ചെന്ന റേറ്റും ഇവിടെ ഇല്ല. ഇവിടെ ചെറിയ മിതമായ റേറ്റ് മാത്രം ഇതിൽ വാങ്ങുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ഭക്ഷണം, ചെറിയ റേറ്റ്. അങ്ങനെ ഞാൻ അവിടുന്ന് തിന്ന് ഇറങ്ങി ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ